ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സനാതന ധർമ്മം എന്ന് കേൾക്കുമ്പോഴേക്ക് കാക്കാമാര് പേടിക്കുന്നത് എന്തിനാ? ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾ പേടിക്കുന്നില്ലല്ലോ. ബൈബിൾ എന്ന് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾ പേടിക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് സനാതന ധർമ്മം? ബൈബിൾ എന്ന് കേൾക്കുമ്പോഴും ഖുർആൻ എന്ന് കേൾക്കുമ്പോഴും ഇല്ലാത്ത ഭയം ഇവർക്ക് എന്തിനാണ് സനാതന ധർമ്മം എന്ന് കേൾക്കുമ്പോഴുള്ളത്? കുംഭമേളയ്ക്ക് ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്നും സനാതന ധർമ്മം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നത് എന്തിനാ? ഹിന്ദു മതം വിട്ട് നമ്മുടെ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കുരുക്കൾ നിങ്ങൾക്ക് എന്തിനാണ് സനാതന ധർമ്മം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്നുപോലെ തന്നെയാണ്. ഞാനിതൊന്നും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. എന്നാലും ഖുർആനിനേക്കാൾ ഭേദമാണ് മറ്റേതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒരു മതത്തിൽ ഒരാൾക്ക് നിൽക്കാം, അവർക്ക് വേണ്ടെങ്കിൽ നിരാകരിക്കാം. ഇനി മറ്റൊരു മതത്തിലേക്ക് പോകുന്നെങ്കിൽ അതുമാകാം. ഭരണഘടന അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം. അതിനെതിരെ എന്തിനാണ് ഈ മുസ്ലിങ്ങൾ കിടന്നിങ്ങനെ തുടിക്കുന്നത്? സനാതന ധർമ്മത്തിലേക്ക് മഹാകുംഭമേള നടന്നാൽ അതിലേക്ക് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ വരുമെന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ റിസ്വി സാഹിബ് കിടന്ന് കയറ് പൊട്ടിക്കുക. ആദ്യം യോഗി ആദിത്യനാഥിന് ഒരു കത്തെഴുതി, ആ കത്ത് തുറന്നു പോലും നോക്കാൻ തയ്യാറാകാതെ വലിച്ചു കീറി കുപ്പയിലിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാനെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് നബിദിനം പറ്റും, നിങ്ങൾക്ക് നബിദിനത്തിന് ഘോഷയാത്ര പറ്റും. ക്രിസ്ത്യാനികൾ ഉണ്ണിയേശുവിനെ അവതരിപ്പിക്കുന്നത് പോലെ മുസ്ലിങ്ങൾക്ക് ഒരു ഉണ്ണി മുഹമ്മദിനെ വെച്ച് കുതിരപ്പുറത്ത് വെച്ചിട്ട് ഘോഷയാത്ര ചെയ്യാം. ഒരു കുഴപ്പമില്ല. ചെറിയ കുരുന്നുകളെ വെയിലൊന്നും മഴയൊന്നും ഇല്ലാതെ നടത്തിച്ച് അവർക്ക് ചക്കരച്ചോറും കൊടുത്ത് ബിരിയാണിയും കൊടുത്ത് നോട്ടുമാലയും ഇട്ട് അത് ഞമ്മന്റെ ആഘോഷമായതുകൊണ്ട് കുഴപ്പമില്ല. കേരളത്തിലാണെങ്കിൽ ഹിന്ദുക്കളെ കൊണ്ട് നോട്ടുമാല ഇടിപ്പിച്ച് സ്വീകരിക്കും. എന്തിന്? വൈറലാകാൻ. നമുക്കൊരു കറകളഞ്ഞ മതേതരനാകണ്ടേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മതേതരത്വം പൂണ്ടു വിളയാടുന്നത്. അപ്പോ സനാതനധർമ്മം നിങ്ങളെയൊക്കെ കടിച്ചോ എന്നതാണ് ഹിന്ദുക്കൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വീണ്ടും വിവാദവും ചർച്ചയുമാകുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹ മാധ്യമ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ശ്രീ കാളിയമ്പി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഈ പോസ്റ്റിൽ സനാതനധർമ്മത്തെക്കുറിച്ചും പുതിയ വിവാദങ്ങളെക്കുറിച്ചും കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. പുതിയ വിവാദങ്ങളുടെയും ചർച്ചകളുടെയും സത്യത്തിൽ കുളം തെളിയുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സനാതനധർമ്മം നിന്നെയൊക്കെ കടിച്ചോ, ഇവനെയൊക്കെ പിടിച്ച് കടിച്ചോ. കുറഞ്ഞ കാലത്തിനുള്ളിൽ നാം ശ്രദ്ധിക്കുന്ന ഒരു വാക്കാണ് സനാതനധർമ്മം. ഖുർആൻ നമുക്കറിയാം, ബൈബിൾ അറിയാം, ഗീത അറിയാം. പക്ഷെ എന്താണ് ഈ സനാതനധർമ്മം? ആർഷഭാരത സംസ്കാരം, സനാതനധർമ്മം എന്നൊക്കെ ഇടയ്ക്കിടെ നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ സനാതനധർമ്മം വെറുക്കപ്പെടേണ്ടതാണ്. സനാതനധർമ്മത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കണം. സനാതനധർമ്മം സവർണ മേധാവിത്വമാണ്. സനാതനധർമ്മമാണ് നാസിസം, ഫാസിസമാണ് സനാതനധർമ്മത്തിന്റെ ആധാരം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ കിട്ടാവുന്ന സകലമാന മോശമായിട്ടുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ സനാതനധർമ്മം എന്തോ വലിയ ഒരു ഭീകര ജീവിയാണോ എന്ന രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമായത്. അദ്ദേഹം പറയുന്നു, ഇതൊരു യാദൃച്ഛികമോ നിരുപദ്രവകരമോ ആയ പ്രസ്താവനകളല്ല. ലെറ്റ്സ് ഗോ സ്ട്രൈറ്റ് ടു ദി പോയിന്റ്. അദ്ദേഹം എഴുതുവാണ്, JNU സമരകാലത്തും CAA സമരകാലത്തും ഒക്കെ നിരന്തരമായി കണ്ടിരുന്ന ചില പോസ്റ്ററുകൾ ഓർക്കുന്നുണ്ടാകും. അതായത് ഫേക്ക് ഹിന്ദുത്വം എന്നും മറ്റുമൊക്കെ എഴുതി ഹിന്ദുത്വത്തിന്റെ പവിത്രമായ ചിഹ്നങ്ങളെ, ഹിന്ദുക്കളെ മുഴുവനും വികലമായി കാണിച്ച് മറ്റു മതചിഹ്നങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന പോസ്റ്റ് ഉയർത്തി കാണിച്ച പോസ്റ്ററുകൾ എമ്പാടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രാജ്യവ്യാപകമായ ഗ്രൂപ്പുകളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത രീതിയിൽ അനുയായികളെ നഷ്ടപ്പെടുത്തിയ പോസ്റ്ററുകളായിരുന്നു അവ. BJPക്കും അതുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും എതിരെ എന്ന മറയിൽ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം ആന്തോളന ജീവികളും യഥാർത്ഥത്തിൽ ഹിന്ദു വിരുദ്ധമോ കഠിനമായ ഹിന്ദു വെറുപ്പ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരോ ആണ് എന്ന് വ്യക്തമാക്കിയ പോസ്റ്ററുകളായിരുന്നു അവ എന്ന് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. രാജ്യം മുഴുവൻ അതിനെതിരെ പ്രതിഷേധം ഉയർന്നു.
ഈ ആന്തോളന ജീവികളുടെയും അർബൻ നക്സലുകളുടെയും കൂടെ നിൽക്കുന്നവരുടെ വോട്ട് ബാങ്കിൽ കാര്യമായ വിള്ളലുകൾ ഉണ്ടായി. ഹിന്ദുക്കൾക്ക് ഇവരുടെയൊക്കെ സ്വഭാവം വ്യക്തമായി. മാത്രവുമല്ല 2023 നവംബറിൽ ബാങ്കോക്കിൽ വെച്ച് നടന്ന വേൾഡ് ഹിന്ദു കോൺഗ്രസ് ഹിന്ദുയിസം എന്ന വാക്കിന് പകരമായി ഹിന്ദുത്വം എന്ന വാക്ക് ഉപയോഗിക്കണമെന്ന തീരുമാനമെടുത്തു. വിപ്ലവകരമായ ഒരു വിളംബരമായിരുന്നു അത്. കമ്മ്യൂണിസം, മാർക്സിസം, ഇസ്ലാമിസം എന്നതൊക്കെ പോലെയുള്ള ഒരു ഇസമല്ല ഹിന്ദു, അതൊരു സംസ്കാരവും അസ്മിതയുമാണ് എന്ന് അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. ഇസം എന്നത് മറ്റുള്ളവരെ വേർതിരിക്കുന്നതും അതിലില്ലാത്തവരെ അടിച്ചമർത്തുന്നതുമായ ഒരു മനോഭാവമാണെന്നും ഹിന്ദുത്വത്തിന്റെ സർവജനീന മനോഭാവത്തോട് ഒരു ഇസത്തിനെയും ചേർത്ത് വയ്ക്കാനാകില്ല എന്നുമായിരുന്നു വേൾഡ് ഹിന്ദു കോൺഗ്രസിൽ ആചാര്യന്മാർ അഭിപ്രായപ്പെട്ടത്. മാത്രവുമല്ല, മിഷനറിമാർ അവരുടെ മതപ്രചരണത്തിന് ഉണ്ടാക്കിയ ഒരു വാക്കാണ് ഹിന്ദുയിസം. ആ വാക്കിന് പകരമായി ഉപയോഗിക്കേണ്ടത് അവനവന്റെ സ്വത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഹിന്ദു സ്വത്വത്തെ സൂചിപ്പിക്കുന്ന ഹിന്ദുത്വം എന്ന വാക്കാണ് ഇന്ന് 2023 വേൾഡ് ഹിന്ദു കോൺഗ്രസ് വിളംബരം ചെയ്തു എന്ന് അദ്ദേഹം പോസ്റ്റിലൂടെ പറയുന്നു. ലോകമെമ്പാടുമുള്ള വിവിധ ഹിന്ദു സംഘടനകൾ, ആശ്രമങ്ങൾ, ശ്രീ രവിശങ്കർ മുതൽ അമൃതാനന്ദമയി വരെയുള്ള ആചാര്യന്മാർ എല്ലാവരും ചേർന്ന വേൾഡ് ഹിന്ദു കോൺഗ്രസിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വിളംബരം വന്നത് ചെറിയ രീതിയിലൊന്നുമല്ല ഹിന്ദു വിരുദ്ധരെ പ്രകോപിപ്പിച്ചത്. ഈ ഫൾക്ക് ഹിന്ദുത്വ എന്ന് എഴുതി കാണിച്ചാൽ ഉടനെ തന്നെ ആർക്ക് നേരെയാണ് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നവർക്ക് പിടികിട്ടിയെന്നാണ് അദ്ദേഹം പോസ്റ്റിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും ഇത്രയും പ്രധാനപ്പെട്ട ആ വാർത്ത ഒരു കോളം പോലും നൽകിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഈ വിളംബരത്തിന്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാകും. ഹിന്ദുക്കളോട് വെറുപ്പുള്ളവർ അനവധിയാണ്. ആ വെറുപ്പ് പല രീതിയിൽ അവർ പ്രകടിപ്പിക്കാറുമുണ്ട്. മഹാരാജാസിൽ സർജിക്കൽ പ്രിസിഷനു വേണ്ടി ചങ്ക് കീറി കൊല്ലപ്പെട്ട അഭിമന്യു ഒരിക്കൽ ഫേസ്ബുക്കിൽ അഭിപ്രായപ്പെട്ടതുപോലെ RSSനെ താങ്ങി മൊത്തം ഹിന്ദുക്കൾക്കിട്ടാണ് ഇവന്മാർ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് എന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഫേക്ക് ഹിന്ദുത്വ എന്ന പോസ്റ്റർ ആർക്ക് നേർക്കാണ് പിടിച്ചിരിക്കുന്നത് എന്നും എല്ലാവർക്കും മനസ്സിലാകും. അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ഇതൊക്കെ. അങ്ങനെ വന്നപ്പോൾ അതിബുദ്ധിമാന്മാരായ ഏതോ ടൂൾ കിറ്റ് സേട്ടന്മാരുടെ വക്രബുദ്ധിയിൽ നിന്ന് വിരിഞ്ഞതാണ് സനാതനധർമ്മം എന്ന വാക്ക്. കാരണം ഹിന്ദു എന്ന് വന്നാൽ എല്ലാവരും ഔദ്യോഗികമായും അനൗദ്യോഗികമായും ഇപ്പോൾ സ്വന്തമായി കാണുന്ന ഒരു അസ്തിത്വമാണ്. എന്നാൽ സനാതനധർമ്മം എന്നൊക്കെ നീട്ടിവലിച്ച് പറയുമ്പോൾ രണ്ടും ഒന്നാണെങ്കിൽ കൂടി സാധാരണ ഹിന്ദുക്കൾക്ക് അതെന്തോ വേറെ സാധനത്തിന് ചീത്ത വിളിക്കുന്നു എന്നൊക്കെ തോന്നും. അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് പോകാതെ ഹിന്ദുക്കളെ വെറുക്കാനും സ്വയം വെറുപ്പിക്കാനും ആഗോളതലത്തിൽ തന്നെ ഉയർത്തിവിട്ട ഒരു ബസ് വേർഡാണ് സനാതനധർമ്മം. സാധാരണഗതിയിൽ സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത് അല്പം പഠിച്ച സന്യാസിമാരും ആചാര്യന്മാരും ഒക്കെയാണ്. വയലുകളിൽ കിളിക്കുന്ന ഗണ പരമ്പരയ്ക്ക് അവർ ഹിന്ദുവാണ് എന്ന് പറയാമെങ്കിലും അവൻ സനാതനധർമ്മം പിന്തുടർന്നവനാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അണ്ണാ പള്ളിയം മാതേവര് ഈ പറഞ്ഞ സാധനമാണോ എങ്കിലും നമ്മളും തന്നെ അതേ പറയുള്ളൂ. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം സനാതനധർമ്മം നിങ്ങളെ കടിച്ചു എന്ന ടൈറ്റിലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ വോട്ട് പോകാതെ അവന്റെ അസ്തിത്വത്തിന്റെ അടിനാഭി നോക്കി ചവിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നീലാണ്ടനെ നോക്കി, നീലകണ്ഠനെ നോക്കി തെറി പറയുക, ചിരുദേവിയെ നോക്കി, ശ്രീദേവിയെ നോക്കി തെറി പറയുക. അവന്റെ അസ്തിത്വത്തിന്റെ പ്രമാണത്തെ അവരിൽ നിന്നും ഡിസോസിയേറ്റ് ചെയ്യുക. ഹിന്ദുത്വം എന്നാൽ ഒരു സാംസ്കാരിക ഭൗമ അസ്തിത്വമാണ്. എന്നാൽ സനാതനധർമ്മം ഒരു ആദർശമാണ്. ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന ആദർശമാണ് ധർമ്മം എന്ന് പറയാം. ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള സകലരും അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന ആശയങ്ങളുടെ കടയിൽ കത്തിവെക്കുകയും അതേസമയം ഞങ്ങളും ഹിന്ദുക്കളാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ സംശയത്തിലാകും. ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പല നേതാക്കന്മാരും ഞങ്ങളും ഹിന്ദുക്കളാണ്, ഹിന്ദുത്വം BJPയുടേത് മാത്രമല്ല തുടങ്ങിയ ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശശി തരൂരൊക്കെ ഒരു പുസ്തകം വരെ എഴുതി എന്നിട്ട് ഹിന്ദുത്വത്തിന്റെ ആദർശമായ ധർമ്മം എന്ന സങ്കല്പത്തിനെ റിഗ്രസീവ് ചെയ്യുന്നതായി അവതരിപ്പിച്ചു. ആ കൺഫ്യൂഷനിൽ ശരാശരി മനുഷ്യന്റെ സ്വത്വത്തെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇത് കൃത്യമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റീവ് ടെക്നിക്കുകളിൽ ഒന്നാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ഇതെല്ലാം കേട്ടോ. ഇങ്ങനെ ഒരു സുദീർഘമായ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, സനാതനധർമ്മം നിങ്ങളെ എന്തു ചെയ്തു, നിങ്ങളെ കടിച്ചോ എന്ന ടൈറ്റിലിലൂടെയാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവിടെ കുളം തെളിയുകയാണ് ചെയ്യുന്നത്. ഹിന്ദുത്വം എന്ന പേരുള്ള ഒരു പുരാതന നാഗരികതയുടെ വെറും അസ്തിത്വ ശേഷിപ്പുകളെ അല്ല, പകരം അതിൻ്റെ അടിസ്ഥാനമായ ദയ, നീതി, കരുണ, വിശാലത, ആർജവത
ആധ്യാത്മികത തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന വാക്കായ ധർമ്മത്തെ തന്നെയാണ് തങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വരുന്നത് വഴി ആദി പുരാണങ്ങളിൽ പറയുന്ന അസൂരിക ശക്തികൾ ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാരൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ മതേതര രാജ്യത്ത് ഖുർആൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവുമില്ല, ആർക്കും കുരുക്കൾ പൊട്ടുന്നില്ല. ഹദീസ് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു കുരുക്കളും പൊട്ടുന്നില്ല. ഒരു മുസ്ലിം സമ്മേളനം നടക്കുന്നു, ജമാഅത്തിന്റെ സമ്മേളനം നടക്കുന്നു, ലീഗിന്റെ സമ്മേളനം നടക്കുന്നു, അതല്ലെങ്കിൽ കേരള നദുത്തുൽ മുജാഹിദിന്റെ സമ്മേളനം നടക്കുന്നു, ആർക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇവിടെ പ്രശ്നം എപ്പോഴാണ്? കാഫിറുകളുടെ എന്താഘോഷം നടന്നാലും നമുക്ക് പ്രശ്നമാണല്ലേ. നന്ദി.